ഇവിടെ വെച്ചോ. ചേട്ടാ നനഞ്ഞോടാ കത്തിക്കല്ലേ, വെള്ളം ഉണ്ടായില്ലേ. പിന്നെ ഞാനിത് ഇവിടെ കൊണ്ടുവന്നു. നമ്മളിൽ മിക്കവർക്കും പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ മിക്കവരും ഈ മഴക്കാലത്ത് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് നനഞ്ഞ കുടയുമായിട്ട് ഒരു ഷോപ്പിലേക്ക് എത്തിയാൽ അത് എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷൻ. നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വേണ്ട ഈ സ്റ്റാൻഡാണ്, അംബ്രല്ല സ്റ്റാൻഡ്. എനിക്ക് തോന്നുന്നത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു അംബ്രല്ല സ്റ്റാൻഡ് ഇത്ര ഭംഗിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട് ഈ സ്റ്റാൻഡിന്. പ്രായമായവർക്കാണെങ്കിലോ അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് ഈ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് കുടയിടാൻ കഴിയും. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ വളരെ ഗംഭീരമായ ഒരു സാധനമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്, ഒരു അംബ്രല്ല സ്റ്റാൻഡ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അംബ്രല്ല വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ്, അത് പെരുമ്പാവൂരിലുള്ള അതെ ഓക്കെ ഓക്കെ അവര് സ്വന്തമായിട്ട് കണ്ടെത്തി അവര് തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ? ലൈറ്റ് വെയിറ്റ് ആണ്. ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞു. മാർക്കറ്റിലുള്ള സാധാരണയായിട്ട് ബക്കറ്റോ അല്ലെങ്കിൽ ബാസ്ക്കറ്റുകൾ പ്ലാസ്റ്റിക്കിന്റെ ആണ്. അതെന്ന് വെച്ചാൽ ഒരുപാട് കുടകൾ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് അങ്ങനെ തന്നെ മറിഞ്ഞാടി പോവും. ഇതാവുമ്പോ നമ്മുടെ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ക്വാളിറ്റിയാണ്. പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന LLDP എന്ന് പറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാകണ കാരണം ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യും. ഇതിലൊരു സെറാമിക് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ നല്ലൊരു അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ഒരുപാട് സ്പേസ് വേണ്ട, കുറച്ച് സ്പേസ് മതി നമുക്ക്. നമ്മൾ ഒരുപാട് അംബ്രലാസ് ഇത് കൊണ്ടുവന്ന് ഇട്ടാലും മറിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതെന്തായാലും മറിയൂല. എവിടെയാണെങ്കിലും പ്ലാസ്റ്റിക്കിന്റെ സാധാ പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്തായാലും മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും, ഡാമേജ് ആയി പോവും. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതായത് നമ്മൾ കുറച്ച് അധികം കാശൊക്കെ മുടക്കി, ഒരു 1.5 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇന്റീരിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ മിക്കവരും കാണിക്കുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ അതിന് വേറെ പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് മിക്കവരും കൊണ്ടുപോകുന്ന ബക്കറ്റുകളൊക്കെയാണ്. പക്ഷെ അതൊന്നും വേണ്ട. പിന്നെ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ കുട എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ സ്വത്ത് പോലാണ് നമ്മൾ ഈ മഴക്കാലത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് കൊണ്ടുനടക്കുന്ന സമയത്ത് നമ്മൾ ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറന്നു. ഏറ്റവും തിരക്കുള്ള ഇപ്പൊ ഒരു റെസ്റ്റോറന്റിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയുള്ള തിരക്കിൽ നമ്മൾ കുട എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടും അപ്പൊ എന്താ പറ്റണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എല്ലാം ഫ്ലോറിൽ ചാടി വെള്ളം അടുത്ത ആള് വരുമ്പോ തെന്നി അടിച്ച് അവിടെ വീണു. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഞാനൊക്കെ കുട എടുത്തോണ്ട് പോകുന്ന സാധാരണ ഇങ്ങനെ നനഞ്ഞ കുട ഇങ്ങനെ വെച്ചോണ്ട് പിന്നെ ഇവിടെ മുഴുവൻ നനയും, വേഗം മുഴുവൻ നനയും. അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഇത് അതിന്റെ ഒന്നും ഒരു പ്രശ്നവുമില്ല ഈ സാധനത്തിന്. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം എന്നുള്ളത് ഒന്ന് അതിനെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ നമുക്ക് ഇതിലൊരു ട്രേ വരുന്നുണ്ട്, നോക്കിയാൽ കാണാം. 2 ഫെസിലിറ്റീസ് ഉണ്ട്. അതായത് വലിയ കുടകള് നമുക്ക് ഈ ഒരു ഹോളിനകത്ത് വെക്കാം. ചെറിയ കുടകള് 2 ഫോൾഡ് 3 ഫോൾഡ് കുടകളൊക്കെ ഇല്ലേ, അത് നമുക്ക് ഒരു 25 കുട വരെ നമുക്ക് ചെറിയ കുടകളും വയ്ക്കാം. ഒരു 10 കുട നമുക്ക് ഈ വലിയ കുടകളില്ലേ. പിന്നെ ഇതിലേ ഈ കുടയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇതിന്റെ അടിയിലേക്ക്, ഈ സ്റ്റാൻഡിന്റെ അടിയിലേക്ക് സ്റ്റോർ ആവും. മുകളിലായിട്ട് ഒരു ട്രേ വരുന്നത് കൊണ്ട് നമുക്ക് കൊതുക് വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് സമയം പോലെ ആ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം. ഇതിന്റെ വില എന്ന് പറയുന്നത് 1250 രൂപയാണ്. 1250 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്നുള്ളത്. എന്നാൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്പെഷ്യൽ പ്രൈസ് ഉണ്ട്. നിങ്ങൾ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇത് വെറും 999 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഈ ഒരു മഴക്കാലത്ത് ആളുകൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് കടകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പലയിടത്തും കസ്റ്റമേഴ്സ് കയറാതെ വരെ ഉള്ള സാഹചര്യങ്ങളുണ്ട് അല്ലെ, ഈ ഒരു കുട വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. പിന്നെ തന്നെയല്ലേ നമ്മളൊരു 1.5-2 ലക്ഷം രൂപ കൊടുത്തായിരിക്കും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ ഡിസൈൻ ചെയ്യുമ്പോൾ സാധാ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ടുവന്ന് വെക്കണേക്കായും ഇത്രയും നല്ല അടിപൊളി സെറാമിക് ലുക്കുള്ള ഈ സാധനം ഈ ഒരു സ്റ്റാൻഡ് വെക്കുവാണെങ്കിൽ അതുമായിട്ട് ബ്ലെൻഡായി പൊക്കോളും. ഏതൊരു ഏരിയയിലും നമ്മൾ ഇപ്പൊ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും. ഏതാണെങ്കിലും നമ്മുടെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ അനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പൊ നിങ്ങൾ ഇത് എവിടെ ആണെങ്കിലും കൊറിയർ ചെയ്തു കൊടുക്കും. പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ഇതിലേക്ക് ബ്രാൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ സാധാരണ ബാങ്കുകള്, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അപ്പൊ അവരുടെയൊക്കെ പേരുകള് ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ അവരുടെ ബാങ്ക് നെയിം നമുക്ക് ഇവിടുന്ന് കൊടുക്കുവാണെങ്കിൽ അവരുടെ ബാങ്കിൽ വരുന്ന ആൾക്കാരുടെ ഒരു പരസ്യമായി ബ്രാൻഡിങ് സൗകര്യം ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഇത് എവിടെ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ സാധനം കൊറിയർ സൗകര്യം ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ എന്തായാലും ഒരു 4 മാസത്തേക്ക് മഴയാണ്. ഇപ്പൊ മഴക്കാലം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇത് നല്ല ഓർഡർ ഉള്ള ഒരു ടൈമാണ്. ഇപ്പൊ നമ്മള് ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട്. ഈ ഒരു സീസൺ ആണ് ഇതിന്റെ ഒരു
പ്രധാന ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഞാൻ പറഞ്ഞ ബാങ്കുകൾ. പിന്നെ ഏത് കോമൺ ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാലോ. ബാങ്കുകൾ, ഹോസ്പിറ്റൽസ്, അങ്ങനെ ഏത് സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാ സ്ഥാപനങ്ങളും നനഞ്ഞ കൊട അകത്തേക്ക് കയറ്റാതിരിക്കുക. റിച്ച് ലുക്കാണ്. അതെ, നമ്മുടെ കുട സുരക്ഷിതമായി നമുക്ക് ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കാം. പിന്നെ കുട ആരും മാറിപ്പോതെ എടുത്തോണ്ട് പോകുമ്പോൾ അല്ലെ, അത് എന്തായാലും നമ്മൾ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് വെക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ. ഇതിന് ഭയങ്കര വിലയാണ് മഴക്കാലമായി. വൈകുന്നേരം ആവുമ്പോഴേക്കും ഇപ്പൊ സ്റ്റാഫ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കുടയിലെ വെള്ളം എല്ലാം പോയി നമുക്ക് സുഖമായിട്ട് ഒരു കവറിലേക്ക് ഇട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. സ്റ്റാഫുകളാണെങ്കിലേ വെള്ളം എല്ലാം പോയിണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അത് തപ്പിയടക്കേണ്ടി വരും. മിക്കവരും വീടുകളിൽ ഈ മഴക്കാലമായാൽ ഏറ്റവും കൂടുതൽ ചീത്തവിളി കേൾക്കുന്ന ഈ കുട എവിടെയെങ്കിലും കൊണ്ട് മറന്നു വെച്ചിട്ട് പോകുന്ന അല്ലെ, അതിന്റെ ഒക്കെ ഒരു വലിയ കാരണം. അതെന്താണെന്ന് വെച്ചാൽ ഇതായി പ്രശ്നം. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കടയുടെ വാതിക്ക് ഇങ്ങനെ കൊണ്ട് ചാരി വെച്ചിട്ട് പോകും, ആരെങ്കിലും എടുത്തു പോകും. ഇത് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇൻഡോറിനാണ് കൂടുതൽ ഡെക്കറേറ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇൻഡോറിലും ഔട്ട്ഡോറിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളെപ്പോഴും കൊട വെക്കണത് മഴ നനഞ്ഞു വരുമ്പോ എന്തായാലും ഫ്രണ്ട് ഏരിയയിലായിരിക്കും. അപ്പൊ ഒരു ഈ മാർബിൾ ഫിനിഷിംഗ് ആവുമ്പോ നല്ല ലുക്കായിരിക്കും. പിന്നെ മറിഞ്ഞു വീഴുന്നുള്ള പേടിയുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായും ഈ സീസണിൽ ഈ മഴക്കാലത്ത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായും നിങ്ങൾ കൊണ്ടുവന്നാണ്. ഇതിപ്പം പെരുമ്പാവൂരിലാണ് നമ്മുടെ ഈ കമ്പനി ഉള്ളത്. വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ നമ്പറുണ്ട്. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേർന്നു. നല്ലൊരു മഴക്കാലത്ത് നല്ല കുട വയ്ക്കാനുള്ള ഒരു സ്റ്റാൻഡ് നിങ്ങളുടെ വീടുകളിലും അതുപോലെ സ്ഥാപനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.